ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലം കീഴൂർ പാതയിൽ അപകട ഭീഷണിയായി അനങ്ങനടി പെട്രോൾ പമ്പിന് മുമ്പിലെ വെള്ളക്കെട്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. നവീകരണം നടക്കുന്നതിനാൽ യാത്രാ ദുരിതമുള്ള പാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ പെടാപ്പാടാണ് ഇരുചക്രവാഹനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക്. വെള്ളക്കെട്ടിൽപ്പെട്ട് സ്കൂൾ യാത്രക്കാരി വീഴുന്ന സ്ഥിതി വരെയുണ്ടായി. നിരവധി സ്കൂട്ടർ യാത്രക്കാരുടെ വാഹനം വെള്ളക്കെട്ടിൽ ഓഫായി നിൽക്കുന്നുമുണ്ട്. സ്ഥിരം വെള്ളക്കെട്ട് മേഖലയാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രശ്നപരിഹാരം കാണാതെ അപകടത്തിനായി കാത്തുനിൽക്കുകയാണ് അധികൃതർ എന്നാണ് പരാതി. പാത ഗതാഗത യോഗ്യമാക്കണമെന്ന് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് കാരുകുളം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിൻ്റെ രണ്ടാം ഘട്ട നവീകരണം അത് തുടങ്ങിയിട്ട് 2023 ഒക്ടോബർ മാസത്തിൽ ഒറ്റപ്പാലത്ത് നിന്നും വരോട് നിന്നും ആരംഭിച്ചതാണ്. എന്നാൽ 2 വർഷമായിട്ടും ഈ പണി പുരോഗതി നോക്കുമ്പോൾ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സംവിധാനവും, അതോടൊപ്പം തന്നെ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ അശാസ്ത്രീയമായ രൂപത്തിലുള്ള ഈ വെള്ളക്കെട്ട് അവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണപ്പെടുന്നത്. ഇത് ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ അവരാരും തന്നെ ഇതിലേക്ക് നല്ലൊരു രൂപത്തിൽ ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന രൂപത്തിലേക്കുള്ള ഒരു നടപടിയൊന്നും ഇവരുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ടുള്ള മഴയിൽ വെള്ളക്കെട്ടിൽ വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ, ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ വീഴുകയും പലർക്കും പരിക്ക് പറ്റുകയും ചില വാഹനങ്ങൾ അവിടെ ഓഫായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിസന്ധിയെല്ലാം രൂപപ്പെടുമ്പോഴും ഇപ്പോഴും ഇവരിവിടെ ഈ അശാസ്ത്രീയമായിട്ടുള്ള വർക്ക് അവർ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് പൊട്ടിച്ച് വെള്ളം കളയുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് എടുത്ത എഞ്ചിനീയർമാർ ഏത് രൂപത്തിലാണ് ഇത് ഫർണിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. വളരെ ലാഗായിട്ടാണ് ഈ വർക്ക് പോകുന്നത്. ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. മഴക്കാലമായാൽ മഴ പെയ്താൽ ഈ തരത്തിലുള്ള വെള്ളക്കെട്ടും, മഴ നിന്നു കഴിഞ്ഞാൽ ഈ പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്കും കച്ചവട സ്ഥാപനങ്ങളിലേക്കും പൊടിയും മറ്റും കയറി വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇത് എന്ന് തീരും ഈ ദുരിതമെന്ന് അറിയില്ല. നമ്മളാരും ഈ വികസനത്തിന് എതിരല്ല. പക്ഷേ റോഡ് വികസനം വരുമ്പോൾ ചെർപ്പളശ്ശേരിയിൽ നിന്ന് കിഴ റോഡ് വരെയുള്ള വർക്കിൽ എവിടെയും ഉയർത്തിക്കൊണ്ട് മറുവശം താഴ്ചയിലേക്ക് തള്ളുന്ന രൂപത്തിലുള്ളൊരു അലൈൻമെൻറ്റ് നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ തുടരേണ്ട പാത ഈ പഞ്ചായത്തിൻ്റെ മുൻവശം പോലും ഒരു തരത്തിലും വാഹനങ്ങൾക്ക് കയറാനോ മറ്റുള്ള ആളുകൾക്ക് സമ്മതിക്കാത്ത രൂപത്തിൽ മഴക്കാലമായാൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് പഞ്ചായത്തിലേക്കും വീടുകളിലേക്കും പോകുന്ന തരത്തിലാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് വന്നിട്ടുള്ളത്. ഇത് വളരെ അശാസ്ത്രീയമായിട്ടുള്ള വർക്കാണ്. ഇതിനെതിരെ വലിയ ജനരോഷം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.